ഏഷ്യ കപ്പിൽ അങ്ങനെ പാകിസ്ഥാന് നാണക്കേടുകളുടെ പരമ്പര തുടരുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ UAE കഷ്ടിച്ച് ജയിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ നാണക്കേട് അക്കാര്യത്തിലല്ല. ഇന്ത്യക്കെതിരെ വലിയൊരു പരാതിയുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCയെ സമീപിച്ചിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് പിന്നാലെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലും ICCയെ സമീപിച്ചു എന്നുള്ളതാണ് രസകരമായ മറ്റൊരു സംഗതി. ആവശ്യം ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അഖയോട് ഹസ്തദാനം ചെയ്തില്ല. അത് ടോസിന്റെ സമയത്ത് മത്സരം കഴിഞ്ഞതിന് ശേഷം ടീം അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്ത് പിരിയുന്ന ഒരു രീതിയുണ്ട്. അതൊരു നിയമമൊന്നും അല്ലെങ്കിൽ പോലും അതും ഇന്ത്യ പാലിച്ചില്ല. പാകിസ്ഥാൻ താരങ്ങൾ ഇന്ത്യൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് കാത്തു നിന്നു. പക്ഷേ ഇന്ത്യൻ താരങ്ങൾ വാതിലടച്ചു കളഞ്ഞു. അപ്പോൾ ഇത് പാകിസ്ഥാന് കടുത്ത നാണക്കേടുണ്ടാക്കി. അവർ അപ്പോൾ തന്നെ ICCക്ക് പരാതി കൊടുത്തു. ഇന്ത്യക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നാണ് ആവശ്യം. കാരണം ഇന്ത്യ ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറി. ക്രിക്കറ്റ് ഒരു മാന്യന്മാരുടെ കളിയാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അതുകൂടാതെ മാച്ച് റഫറിക്കെതിരെയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിലപാടെടുത്തു. ആൻഡി പേക്രോഫ്റ്റ് എന്ന് പറയുന്ന സിംബാബ്വേക്കാരനാണ് ഈ മത്സരത്തിന്റെ റഫറി ആയിട്ടുണ്ടായിരുന്നത്. വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടോസിന് മുമ്പ് തന്നെ ഈ ആൻഡി പേക്രോഫ്റ്റ് 2 ക്യാപ്റ്റന്മാരോടും ഹസ്തദാനം വേണ്ട എന്ന തന്റെ തീരുമാനം പറഞ്ഞു. അങ്ങനെയാണ് 2 ക്യാപ്റ്റന്മാരും ടോസിന്റെ സമയത്ത് ഹസ്തദാനം ചെയ്യാതിരുന്നത്. അതേപോലെ മത്സരം അവസാനിച്ച ശേഷവും ഹസ്തദാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം മാച്ച് റഫറി അറിയിച്ചു എന്നാണ് പിന്നീട് പാകിസ്ഥാന്റെ ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്തകൾ വന്നത്. അപ്പോൾ മാച്ച് റഫറിയാണ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തത് എന്നുള്ള ആരോപണത്തിൽ മാച്ച് റഫറിക്കെതിരെ നടപടി വേണം. അദ്ദേഹത്തെ ഈ ഏഷ്യ കപ്പിന്റെ തുടർന്നുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഈ ഏഷ്യ കപ്പ് ബഹിഷ്കരിക്കും എന്നായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭീഷണി. ഇപ്പൊ ഇക്കാര്യത്തിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അടക്കം പിന്നീട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് രസകരമായ സംഗതി. കാരണം ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നതും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നതും ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹ്സിൻ നഖ്വി എന്നാണ്. അപ്പൊ ഇദ്ദേഹം തന്നെയാണ് 2 ബോർഡിന്റെയും ചുമതലയുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ പിന്തുണച്ച് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ ആദ്യം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഈ ആൻഡി പേക്രോഫ്റ്റിനെ റഫറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യവുമായിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലെ സമീപിച്ചു. പക്ഷെ കാര്യമായ മുന്നോട്ട് പോക്ക് ആ പരാതിക്ക് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി പരാതിയുടെ ഗൗരവം ഇത്തിരി വർദ്ധിപ്പിക്കാം എന്ന് കരുതിയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലും പരാതിയുമായിട്ട് ചെന്നത്. പക്ഷേ ഈ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണ്, അതിൽ ഒരു കഴമ്പില്ലാത്തതാണ് എന്ന് കണ്ടുകൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഈ പരാതി പാടെ തള്ളിക്കളയുകയായിരുന്നു. ഈ മത്സരം നടന്ന ഇന്നലെ പാകിസ്ഥാനെതിരെ UAEക്കെതിരെ പാകിസ്ഥാന്റെ മത്സരം ഉണ്ടായിരുന്നു. ഈ മത്സരം ബഹിഷ്കരിക്കും, നടപടി ഉണ്ടായില്ലെങ്കിൽ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ അവസാനം ഈ ICC ഈ പരാതി തള്ളിക്കളഞ്ഞിട്ട് പോലും 1 മണിക്കൂർ വൈകി നാണം കെട്ട് ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു. മത്സരം കളിച്ചു. UAE കഷ്ടിച്ച് ജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം UAE പോലെ ഒരു ദുർബലമായ ടീമിനെതിരെ 9 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 146 റൺസാണ് ആകെ അടിച്ചു കൂട്ടി. അത് അവസാനം മറ്റേ ഷാഹീൻ അഫ്രീദി എന്തൊക്കെയോ കുറച്ച് റൺസ് അടിച്ചത് കൊണ്ടാണ് മാന്യമായ ഒരു സ്കോറിലേക്ക് 2020 സംബന്ധിച്ച് 146 എന്ന് പറഞ്ഞാൽ ഒരു മാന്യമായ സ്കോറാണോ എന്നുള്ളത് അത് ചോദ്യചിഹ്നമാണ്. എന്നാലും 146 റൺസ് എടുത്തു. UAE താരതമ്യേന ദുർബല ഒരു ടീമായതുകൊണ്ട് അവർക്ക് 105 റൺസ് എടുക്കാനേ പറ്റുള്ളൂ. 41 റൺസിനെ പാകിസ്ഥാൻ ജയിച്ചു. അങ്ങനെ അവർ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടി. ഇവിടെയും പാകിസ്ഥാൻ ഇനി കഷ്ടകാലം തുടരുകയാണ്. കാരണം അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുമ്പോൾ ഇന്ത്യയുമായി വീണ്ടും മത്സരം കളിക്കേണ്ടി വരും പാകിസ്ഥാന്. ഇനി ഏത് മുഖവും വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് ഇവർ കൊടുത്ത പരാതിയിൽ 6 ന്യായവാദങ്ങൾ നിരത്തിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അവരുടെ പരാതി തള്ളിക്കളഞ്ഞത്. ഒന്നാമത്തെ കാരണം, ഇവർ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത കളിക്കാരുടെ മൊഴിയോ അല്ലെങ്കിൽ അവരുടെ പരാതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതങ്ങനെ ചെയ്യണമായിരുന്നു, അതില്ല. അപ്പൊ എന്താണ് അവിടെ നടന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ICCക്കില്ല. 2, ഈ മാച്ച് റഫറിയുടെ കാര്യത്തിൽ ഉത്തരം നൽകുക. അതായത് മാച്ച് റഫറി എന്ന് പറഞ്ഞാൽ ഈ അന്തിമ തീരുമാനം മാച്ച് റഫറിക്കാണ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ മാച്ച് റഫറി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ പിന്നീട് അഭിപ്രായം പറയാൻ ICCക്ക് ബാധ്യതയില്ല. അത് 2ാമത്തെ കാരണം. 3ാമത്തെ, ഈ പറയുന്ന മാച്ച് റഫറി ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്
അത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെയും അതേപോലെ ഈ മത്സരത്തിന്റെ സംഘാടകരുടെയും ഒരു നിർദ്ദേശത്തെ തുടർന്നാണ്. കാരണം അതായത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായാൽ, ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മാച്ച് റഫറിക്ക് നേരത്തെ തന്നെ സംഘാടകർ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് മാച്ച് റഫറി പ്രവർത്തിച്ചത്. 3, ഈ ടോസിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് മാച്ച് റഫറി ഇത്തരത്തിൽ ഹസ്തദാനം വേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു നാടകീയ രംഗം അവിടെ ഉണ്ടാകണ്ട എന്ന് കണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മാച്ച് റഫറി അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഏറ്റവും ഒടുവിലായിട്ട് ICC പറഞ്ഞ സംഗതി, ഈ കളത്തിന് പുറത്ത് പല ധാരണകളുണ്ടാകും. സംഘാടകരായിട്ടും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലുമായിട്ടും ഈ മാച്ച് അല്ലെങ്കിൽ ഈ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാർ അല്ലെങ്കിൽ അവരുടെ ടീം പല ധാരണകളും ഉണ്ടാക്കിയേക്കാം. അതിലിടപെട്ട് തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ ബാധ്യത മാച്ച് റഫറിക്ക് ഇല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിയമാവലിയിൽ ഇങ്ങനെ കളിക്കാർ പരസ്പരം ഹസ്തദാനം ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അത് നിയമലംഘനം ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ മാച്ച് റഫറിക്കെതിരെ നടപടിയെടുക്കാൻ തൽക്കാലം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് സാധിക്കില്ല എന്നുള്ളതും ഇതിൽ പറയേണ്ടതാണ്. അപ്പോൾ ഇതാണ് വസ്തുത. കൂടാതെ ഈ കളിക്കാർ ഈ മത്സരത്തിൽ പങ്കെടുക്കാതെ അവരുടെ താമസ സ്ഥലമായ ഗ്രോസ്വെനർ എന്ന് പറയുന്ന ഹോട്ടലിൽ തന്നെ കഴിയുകയായിരുന്നു. ഇതേ സമയം ഈ മാച്ച് റഫറിയെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. കാരണം ഈ വേദിയും ICCയുടെ ഓഫീസും തമ്മിൽ കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ ഈ മാച്ച് റഫറിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധികൃതരും അവരുടെ ക്യാപ്റ്റൻ സൽമാൻ അഖ, അതേപോലെ തന്നെ അവരുടെ കോച്ച് മൈക്ക് ഹസൻ അടക്കമുള്ളവരുമായിട്ട് ഈ മാച്ച് റഫറി ഒരു കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പുറത്തുവിട്ട വീഡിയോയിൽ അവർ അവകാശപ്പെടുന്നത് മാച്ച് റഫറി തങ്ങളോട് ഖേദപ്രകടനം നടത്തിയെന്നാണ്. പക്ഷെ അതിന്റെ ഓഡിയോ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് ശരിയാവുക? അപ്പോൾ മാച്ച് റഫറി ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ മാച്ച് റഫറി ഇവരോട് പറഞ്ഞു പോലും, അങ്ങനെ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്, ഇവര് ഇത്തരത്തിൽ കടുത്ത നിലപാടുകൾ എടുത്ത് മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ $16 മില്യൺ പിഴയായി അടയ്ക്കേണ്ടി വരും എന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് മാച്ച് റഫറി പറഞ്ഞു. അപ്പോൾ ഇത് ഭയന്ന്, കാര്യം പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഒരു ദരിദ്ര രാഷ്ട്രമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. അതിലും ദരിദ്രമാണ്. കാരണം അവരുടെ മത്സരവേദികൾ പോലും പശു മെയ്യുന്ന അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഭയന്നിട്ട് അവർ ഉടനെ തന്നെ ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷൻ മുഹ്സിൻ നഖ്വി, മുൻ അധ്യക്ഷന്മാരായ അല്ലെങ്കിൽ റമീസ് രാജ, മുൻ പാകിസ്ഥാൻ കളിക്കാരനാണ്, റമീസ് രാജ, നജാം സേത്തി തുടങ്ങിയവരുമായിട്ടൊക്കെ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. അതുകൂടാതെ ഓൺലൈൻ വഴി ഇവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് പോലും അഭിപ്രായം ചോദിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ നൈസായിട്ട് പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, പോയി കളിച്ചോ. അപ്പോൾ ഇത്തരത്തിൽ നാണം കെട്ട് മത്സരം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ 1 മണിക്കൂർ വൈകി ആ വേദിയിലെത്തി. എന്നിട്ട് മത്സരം കളിച്ചു, കഷ്ടിച്ച് ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വലിയ നാണക്കേടിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതാണ് ഏറ്റവും രസകരമായ സംഗതി. ഈ ICC ഇവരുടെ പരാതി തള്ളിയല്ലോ. അത് ICC പറഞ്ഞു, ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇത്തരം മാച്ച് റഫറി ഇത്തരത്തിൽ പെരുമാറി, അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആദ്യം പരാതി നൽകേണ്ടത് സംഘാടകർക്കാണ്. എങ്കിൽ സംഘാടകർ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അതിലും രസം. ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷൻ മുഹ്സിൻ നഖ്വി തന്നെയാണ് ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെയും അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ വാദി പ്രതിയായി. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് നാണക്കേടിന്റെ പരകോടിയിലാണ് ഇപ്പോൾ നമ്മുടെ ഏഷ്യ കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവർ കഷ്ടിച്ച്, ഇന്ത്യക്കെതിരെ തോറ്റെങ്കിലും കഷ്ടിച്ച് ആതിഥേയരായ UAEക്കെതിരെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഇന്ത്യക്കെതിരെ മത്സരം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. വീണ്ടും തോക്കും എന്നുള്ള കാര്യത്തിൽ അതും ഉറപ്പാണ്. പക്ഷേ ഏത് മുഖവുമായിട്ട് അവർ ഇന്ത്യൻ ടീമിനെ വീണ്ടും അഭിമുഖീകരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.